ഇനി നമുക്കൊരു പൈനാപ്പിൾ പുഡിംഗ് ചെയ്യാം. പുഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ പൈനാപ്പിളാണ്. അത് 2 രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ ഞാൻ പറയാം. പിന്നെ വേണ്ടത് പഞ്ചസാര, പാല്, കോൺഫ്ലോർ, പൈനാപ്പിൾ എസൻസ്, കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. സ്റ്റൗ ഓണാക്കി ഈ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അതൊന്ന് വേവിച്ചെടുക്കാം. അതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. പഞ്ചസാരയുടെ ഇന്ന് അലിയുമ്പോൾ ഉള്ളതും പിന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസും രണ്ടും കൂടെ ചേർന്ന് ഉള്ള ആ ഒരു ഈർപ്പം മതി. 1/2 കപ്പ് പഞ്ചസാരയൊക്കെ ചേർക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ മധുരവും കൂടെ നോക്കിയിട്ട് വേണം. ഇതൊരു മീഡിയം മധുരമേ ഉള്ളൂ ഞാനെടുത്ത പൈനാപ്പിളിന്. ഞാൻ ഈ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പൈനാപ്പിൾ ഒരു 2 കപ്പ് കാണും. പൈനാപ്പിളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വേണ്ട, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. അതിൻ്റെ ഈർപ്പമൊക്കെ കുറഞ്ഞ് പഞ്ചസാര ചെറുപ്പിക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട് പൈനാപ്പിൾ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടിലിരുന്ന് ബാക്കിയുള്ള ശകല ഈർപ്പവും കൂടെ കാണും, അതങ്ങ് പറ്റിക്കൊള്ളും. സ്റ്റൗ ഓണാക്കി 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിക്കാം. 1/2 കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് കോൺഫ്ലോർ 1/2 കപ്പ് പാലിൽ കലക്കി ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 8 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, ഇതിലേക്ക് ഒരു നുള്ള് യെല്ലോ ഫുഡ് കളർ, ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൈനാപ്പിൾ അല്ലേ, അപ്പോൾ ഒരു ചെറിയ യെല്ലോ കളർ ഇരിക്കട്ടെ, അതാണ് നല്ലത്. ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെന്നൊരു മാത്രം ചേർത്താൽ മതി. ഇനി കോൺഫ്ലോർ ഇതിലേക്ക് ചേർക്കാം. 1/4 കപ്പ് കോൺഫ്ലോർ 1/2 കപ്പ് പാലിൽ കലക്കിയെടുത്താണ്. ഇതിനെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. കോൺഫ്ലോറിന് പകരം ചൈന ഗ്രാസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, ഇതാണ് എൻ്റെ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇടാം. ഇത് കുറച്ച് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനും കൂടെ വയ്ക്കുന്നുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് ഇട്ടോളൂ. ഞാൻ ഇത്രയും പൈനാപ്പിൾ ഒരല്പം കുറവുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾക്ക് നിറച്ച് വേണമെങ്കിൽ ഇടാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ കോൺഫ്ലോർ മിക്സ് അങ്ങനെ ഇത് സെറ്റാകാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് പൈനാപ്പിൾ ഇത് 1 കപ്പ് കാണും, ഇത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇത് പൈനാപ്പിൾ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി സ്റ്റൗ ഓണാക്കി ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, തിളച്ച് തുടങ്ങി. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക. ഇതിലേക്ക് ഒഴിക്കും. ഇത് പുഡിങ്ങിൻ്റെ മുകളിലത്തെ ലെയറാണ്. ഇത് കുറുകിയിട്ടുണ്ട്, ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഈ ചൂടിലിരുന്ന് ബാക്കിയും കുറുകിക്കൊള്ളും. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ്, ഇതിൽ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. പുഡിങ് സെറ്റായോ എന്ന് നോക്കിയതിന് ശേഷം എൻ്റെ മുകളിൽ നമ്മളിപ്പോൾ തയ്യാറാക്കി കൊണ്ടുവന്ന പൈനാപ്പിൾ ജ്യൂസ് വെച്ച് റെഡിയാക്കി എടുത്തില്ലേ, അതൊഴിക്കുക. പിന്നെ അധികം പ്രസ് ചെയ്യാതെ വേണം ചെയ്യേണ്ടത്. നല്ല സെറ്റായിട്ട് മാത്രമേ ഇത് ഒഴിക്കാവുള്ളൂ, അതല്ലെങ്കിൽ അതങ്ങ് മിക്സായി പോകും. അതുപോലെ ചെയ്യുമ്പം വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് ഇങ്ങനെ നീക്കി കൊടുക്കേണ്ടത്. ഇനി നേരത്തെ നമ്മൾ പൈനാപ്പിൾ പഞ്ചസാരയിൽ വഴറ്റി എടുത്ത് വെച്ചിരുന്നില്ലേ, അത് സൈഡിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് സ്പൂൺ കൊണ്ട് എടുത്ത് വെക്കാൻ നിൽക്കണ്ട, നമുക്ക് സൗകര്യമായിട്ട് വെക്കണമെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ വെച്ചെങ്കിലേ പറ്റൂ. പൈനാപ്പിൾ പുഡിങ് സെറ്റായി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിലല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.